നമസ്കാരം. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് ഫലം പുറത്തു വന്നപ്പോൾ ഒരു ആഘോഷം പൊടി പൊടിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, 31 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് നേട്ടമുണ്ടായിരിക്കുകയാണ്. ഈ 31 വാർഡിൽ 15 സീറ്റുകളിൽ നേരത്തെ ഇടതുപക്ഷം വിജയിച്ചതായിരുന്നു. ഇടതുപക്ഷത്തിന് ഈ 15 എന്നുള്ളത് 11 ആവുകയും നേരത്തെ 13 സീറ്റുകളിൽ മാത്രം വിജയിച്ചിരുന്ന UDF ഇപ്പോൾ 17 സീറ്റുകളിൽ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ആഘോഷങ്ങൾക്കൊരു കാര്യം. തിരിച്ചടി തന്നെയാണ്, ഒരു സംശയവുമില്ല. നേരത്തെ കയ്യിലിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം തിരിച്ചടിയാണെന്ന് പറയുന്നതിൽ എന്താണ് നാണക്കേട്? തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അതായത് തെരഞ്ഞെടുപ്പുകളിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് എപ്പോഴും ജനങ്ങളാണ്. ജനങ്ങൾ അവരുടെ മാൻഡേറ്റ് UDF-ന് അനുകൂലമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ UDF അവിടെ മേൽക്കോയ്മ നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് നിലവിലെ ഭരണകക്ഷിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു തിരിച്ചടിയാണ്. അക്കാര്യത്തിൽ എന്താണ് മറച്ചു വെക്കേണ്ട കാര്യം? അക്കാര്യം തുറന്നു പറയുന്നതിൽ എന്തിനാണ് നാണിക്കേണ്ട കാര്യം? ഈ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ആരുടെയും കുത്തകയൊന്നുമല്ല. അത് എല്ലാ കാലത്തും, കാര്യം ഈ നാട്ടിൽ നോക്കുകയാണെങ്കിൽ കേരളം രൂപീകൃതമായതിനു ശേഷം 1957 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് അധികാരത്തിൽ വന്നത്. 2 വർഷമേ ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് 10 വർഷം പുറത്തിരിക്കേണ്ടി വന്നു. പിന്നീട് വന്നത് 67-ലാണ്. വീണ്ടും 2 വർഷം ഭരിച്ചപ്പോൾ ഈ കുറുമുന്നണികൾ ചേർന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് 80-കളിലാണ് ഒരു ഇടതുപക്ഷ ഭരണം ഈ നാട്ടിൽ വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിലെ തോൽവി അത് തിരിച്ചടിയല്ല എന്നൊന്നും പറയുന്നില്ല. ആ തിരിച്ചടികളിൽ എന്തൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്, എന്തൊക്കെ മാറ്റേണ്ടതുണ്ട്, അതിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ട് ജനങ്ങൾ എന്തുകൊണ്ട് മാറി ചിന്തിച്ചു എന്നതിനെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട ചികിത്സ നടത്തുക, അല്ലെങ്കിൽ അതിനു വേണ്ട ഇടപെടൽ നടത്തുന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ കുത്തകയാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ ഈ 8 വർഷം എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ ഇല്ലാതെ UDF-ന് ഒരു 17 സീറ്റ് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊരു ആവേശം ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ആയിക്കോളൂ, അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് 3 പഞ്ചായത്തുകളിൽ, നാട്ടികയിലും ഇടുക്കിയിലും പാലക്കാട് ഓരോ പഞ്ചായത്തുകളിലെ ഭരണം നഷ്ടമായിട്ടുണ്ട്. അതിൽ നാട്ടികയാണ് എടുത്തു പറയേണ്ടത്. ഇടുക്കിയിൽ നേരത്തെ UDF സ്വതന്ത്രനായിരുന്ന വ്യക്തി കൂറുമാറി ഇടതുപക്ഷത്തിലേക്ക് വരികയും ആ സീറ്റ് തിരിച്ചു പിടിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഇടുക്കിയിലെ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ കേരളത്തിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പൽ വാർഡുകളൊക്കെ നോക്കുമ്പോൾ UDF-ന് ഒരു നേരിയ മേൽക്കൈ, ഒരു വലിയ മേൽക്കൈ എന്നല്ല, നേരിയ മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. ആ മേൽക്കോയ്മയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നത്. ഒരു കാര്യം പറയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന മാപ്രകൾ എല്ലാവരും ചെയ്യുന്ന ഒരു പതിവ് രീതിയുണ്ട്. അത് നമുക്കൊന്ന് ഈ ലോക്കൽ ബോഡിയിൽ നിന്ന് മാറി ഒന്ന് ക്യാമ്പസുകളിലേക്ക് പോയാൽ, പോയ വർഷം കേരളത്തിലെ ക്യാമ്പസുകൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ, അതായത് ഇപ്പോഴത്തെ അല്ല, ഇതിന് തൊട്ടു മുമ്പത്തെ വർഷം KSU പല പ്രമുഖ കോളേജുകളിലും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ചില കോളേജുകളിൽ, അതായത് പാലക്കാട് വിക്ടോറിയ കോളേജ് ഉൾപ്പെടെയുള്ള പല പ്രമുഖ കോളേജുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ തിരിച്ചടിക്ക് ശേഷം വീണ്ടും ഇത്തവണ തെരഞ്ഞെടുപ്പ് വന്നു. എന്ത് സംഭവിച്ചു? കഴിഞ്ഞ തവണ ഇതാ പിടിച്ചോണ്ട് പോയേ എന്ന് പറഞ്ഞ് അവർ ആഘോഷിച്ച പല സീറ്റുകളും ഇത്തവണ തോറ്റ് ഊപ്പാട് വന്നപ്പോൾ ആഘോഷം ഇല്ലാതിരുന്നു. അതുകൊണ്ട് തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവുകൾ കൂടിയാണ്. അക്കാര്യവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുണ്ടായിരിക്കുന്ന ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതിന് മറുമരുന്ന് ഇഞ്ചക്ട് ചെയ്യാനുള്ള സമയം കൂടി അതിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഒന്ന് കൈമോശം വന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നല്ല കരുതുന്നത്. പിന്നെ UDF-നെ സംബന്ധിക്കുന്നിടത്തോളം തെരുവിക്കടന്ന് തമ്മിത്തല്ലുന്നതിന്റെ ഇടയിലൊക്കെ ഇത്തരം വീണ് കിട്ടുന്ന അവസരങ്ങൾ മരുഭൂമിയിലെ മഴ പോലെയാണ്. കാര്യം എല്ലായിടത്തും തമ്മിലടിയാണ്. സംസ്ഥാന നേതൃത്വത്തിൽ സുധാകരനെ പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടി സതീശപക്ഷം കിണഞ്ഞ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കോഴിക്കോട് MP-ക്കെതിരെ കോൺഗ്രസുകാർ തന്നെ പരസ്യമായിട്ട് കോലം കത്തിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോഴും മാടായി സഹകരണ കോളേജിലെല്ലാം കോൺഗ്രസുകാർക്ക് ജോലി കൊടുക്കാതെ ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് MP-യുടെ നേതൃത്വത്തിൽ കച്ചവടം നടത്തുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മറയായി മാറിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്ന തിരിച്ചടി അത് ഒരു ഒറ്റപ്പെട്ടതെന്നല്ല, അതൊക്കെ നമ്മൾ ജനവികാരം ഉണ്ടായിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ഇരിക്കുന്ന സർക്കാരുകൾ എന്നുള്ള നിലയ്ക്ക് ജനവികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ജനവികാരത്തെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നേതൃത്വത്തിനൊക്കെ ഒരു വേക്കപ്പ് കോൾ, അല്ലെങ്കിൽ നേതൃത്വത്തിനൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാനും ഇത്തരം മേഖലകളിൽ എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായെന്നും മഞ്ചേരി പോലെ പതിറ്റാണ്ടുകളായി കൈവശം ഇരുന്ന ഡിവിഷൻ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള അവസരമാണ്. അതല്ലാതെ തോറ്റു എന്നുള്ളത് കൊണ്ട് മിണ്ടാൻ പാടില്ല, തോറ്റതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. തോക്കുമെന്നേ, തോൽവി ജയത്തിന്റെ പടിവാതിലാണ്. തോൽവി ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് ഈ നാട്ടിലെ UDF-കാരും മാപ്രകളും. പക്ഷേ തോറ്റു വളർന്നൊരു പ്രസ്ഥാനത്തിന്
തോറ്റു വിജയത്തിന്റെ തുടർച്ച അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് അവർക്ക് ഒരു തോൽവി പുത്തരിയല്ല. ആ തോൽവികളെല്ലാം ഓരോ പാഠങ്ങളാണ്. ആ പാഠങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തും. ആ തെരഞ്ഞെടുപ്പുകളാകുമ്പോൾ ഒരു പൊതുവിലയിരുത്തൽ അടിസ്ഥാനപ്പെടുത്തി വരുമ്പോൾ UDF-ന്റെ ചിലയിടങ്ങളിലൊക്കെ ഈ സർക്കാർ വിരുദ്ധമായിട്ട് ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന കഥകൾ വെച്ചിട്ടുണ്ടായിരിക്കുന്ന വികാരം അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റ് കുറുമുന്നണികൾ ഇപ്പൊ മഞ്ചേരിയിലൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയാലോ, കോലീബി ജമാഅത്ത് എല്ലാ സഖ്യങ്ങളും കൂടി ചേർന്നാണ് അവിടെയൊക്കെ 23 വോട്ടിനും 43 വോട്ടിനൊക്കെ വിജയിച്ച് കയറിയിരിക്കുന്നത്. പലയിടങ്ങളിലും വർഗീയ മുന്നണികളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിച്ചു കയറിയാലും ആ വിജയമൊന്നും ശാശ്വതമാകില്ല. ഈ SDPI, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളെല്ലാം പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താതെ ഇവരെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ വിജയിച്ചു കയറി എന്നുള്ള ആത്മവിശ്വാസമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള വിജയമല്ല എന്ന് കോൺഗ്രസ്സുകാരെയും UDF-കാരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ തോൽക്കുകയാണെങ്കിൽ ആ തോൽവി അന്തസ്സോടുകൂടി ഏറ്റുവാങ്ങും. മതനിരപേക്ഷമായിട്ടുള്ള ഈ നാടിനെ ആ നിലയ്ക്ക് നിലനിർത്താൻ ചില കുറുമുന്നണികളെയോ അല്ലെങ്കിൽ വിഷപ്പാമ്പുകളെയോ ചേർത്ത് നിർത്തിയുള്ള വിജയങ്ങൾ വേണ്ടെന്ന് തന്നെയാണ് നിലപാട്. അങ്ങനെ വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിൽ നിങ്ങൾ മതിമറന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തകർച്ചയുടെ വിജയമെന്ന് മാത്രമാണ് പറയാനുള്ളത്.